വല്ലപ്പോഴൊക്കെ ഫ്രണ്ട്സ് ഒരുമിച്ച് അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം എന്നുള്ളൊരു ഈ വീഡിയോ മിസ്സാക്കരുത് കേട്ടോ. നമ്മുടെ എയർപോർട്ടിന്റെ അടുത്ത് നല്ല ഫുഡും സ്വിമ്മിംഗ് പൂളും കിഡിലും വൈബൊക്കെ ആയിട്ട് ഒരു ഹെറിറ്റേജ് വില്ലയിൽ അങ്ങോട്ട് സ്റ്റേ ആയാലോ. നമ്മൾ ഏകദേശം ഒരു 5:30 ഇപ്പോൾ അവിടെ സ്ഥലത്തെത്തിട്ടോ. ഒരു ഹെറിറ്റേജ് സ്റ്റൈലിൽ ബിൽഡ് ചെയ്തേക്കണ ഒരു ബിൽഡിങ്. അതിന്റെയൊക്കെ മുമ്പിൽ കാണുന്ന കൊടംപുളിയുടെ മരമാട്ടോ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇവിടെ മൊത്തത്തിൽ വരണത് 4 AC ബെഡ്റൂമുകളും ഒരു ലിവിംഗ് റൂമും ഒരു കിച്ചണും. ഇതിനകത്ത് 3 ബെഡ്റൂമും ഒരു വരാന്തയൊക്കെ വരുന്നതാട്ടോ മുകളിലെ ഫ്ലോറ്. താഴത്തെ ഫ്ലോറിലാണ് ഒരു ബെഡ്റൂമും ഹാളും കിച്ചണൊക്കെ വരണേ. പക്ഷെ ഈ മുകളിൽ ഈ വരാന്ത ഉണ്ടല്ലോ, പണ്ടത്തെയൊക്കെ തറവാടുകളിൽ കാണുന്ന ലുക്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഫുഡ് നിങ്ങൾക്ക് ഇവിടെ കുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, അവർ അറേഞ്ച് ചെയ്തോളും. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി, നിങ്ങൾക്ക് വേണ്ടി നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രൈവറ്റ് ഷെഫ് തന്നെ ഉണ്ട് കേട്ടോ. സ്റ്റേ ചെയ്യണതിന്റെ നേരെ ഫ്രണ്ടിൽ ഒരു പണ്ടത്തെ സ്റ്റൈലിൽ ഒരു കവാടം പോലെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതീക്കടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടാം. സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് ഒരു ഔട്ട്ഡോർ ആയിട്ട് ചെറിയൊരു ഹാളും ഉണ്ട്. അവിടെ ലേശം കഥയൊക്കെ പറഞ്ഞിരിക്കുകയും ചെയ്യാം കേട്ടോ. കുറച്ച് കഴിഞ്ഞ് എല്ലാവരും പൂളിലേക്ക് എടുത്ത് അങ്ങോട്ട് ചാടി. അപ്പൊ പിന്നെ വൈബ് മൊത്തം അങ്ങോട്ട് മാറിയിട്ടോ. പിന്നെ പൂളിന്റെ കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. സാധാരണ പല സ്ഥലത്തും പൂൾ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് ജസ്റ്റ് ഒരു പ്ലഞ്ച് പൂള് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇവിടെ കിഡിലൻ ഒരു സ്വിമ്മിംഗ് പൂൾ തന്നെ കേട്ടോ. അപ്പൊ നമ്മളവിടെ വെള്ളത്തിലും കരയിലായിട്ട് അവിടെ കിടന്ന് അർമാദിച്ചു എന്ന് തന്നെ എടുത്ത് പറയാട്ടോ. ഇങ്ങനെ ആഘോഷങ്ങൾ നടക്കുമ്പോഴാണ് നമ്മുടെ വാട്ടർ ഡ്രം വായിക്കുന്ന റിജോ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ വന്ന് പാട്ടൊക്കെ ഇട്ട് കൊട്ടി തുടങ്ങിയപ്പോഴേക്കും പരിപാടിയുടെ ലെവൽ ഒന്നും കൂടി അങ്ങോട്ട് കളറായി. അത് കഴിഞ്ഞ് എല്ലാവരും പിന്നെയും പൂളിലേക്ക് എടുത്ത് ചാടി ഓരോരോ കളികളായിട്ട് അവിടെ നടന്നു കേട്ടോ. കുറെ നേരം വെള്ളത്തിൽ കിടന്ന ഫുഡ് അടിക്കാനുള്ള വിളി വരുമെന്ന് പറയണത് ശരിയാട്ടോ. അവിടെ കിടന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിശന്നു തുടങ്ങി. ഫുഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോ പ്രൈവറ്റ് ഷെഫിന്റെ ഒക്കെ കാര്യം നേരത്തെ പറയുകയാണെങ്കിൽ അവർ അതും സെറ്റാക്കി തരും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈസിന്റെ കൂടെ കായയും ബീഫും ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ 65 ബീഫ് റോസ്റ്റ് ഒക്കെ കൂട്ടി അങ്ങോട്ട് പിടിച്ചു. ഇനി നിങ്ങൾക്കൊക്കെ വരുമ്പോൾ നല്ല അങ്കമാലി സ്റ്റൈല് ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യണമെങ്കിൽ കുറച്ച് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതും സെറ്റ് ആവും കേട്ടോ. ഒന്ന് കളറാക്കാനായിട്ട് ഒരു അങ്കമാലി സ്റ്റൈല് കല്യാണത്തലേന്നൊക്കെ കൂടണ പോലെ നിങ്ങൾക്കൊന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് അങ്ങോട്ട് പോകാനും പറ്റും. രാവിലെ എണീറ്റ് തലേ ദിവസം ഹാങ് ഓവറോട് കൂടി ലേശം മോർണിംഗ് വൈബൊക്കെ ആസ്വദിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഇടിയപ്പം മുട്ടക്കറി റെഡി ആയിട്ടോ. അപ്പൊ അതും അങ്ങോട്ട് കഴിച്ചു. സംഭവം നൈസായിരുന്നു. ഇനി ഓസ്റ്റേഴ്സിന്റെ ടാമറിൻ ഹെറിറ്റേജ് എന്ന് പറഞ്ഞ ഈ പ്രോപ്പർട്ടി 12 പേർക്ക് 20,000 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആയിട്ടോ വരണത്. ഇനി എയർപോർട്ടിന്റെ അടുത്ത് എവിടെ ഈ പ്രോപ്പർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്കമാലിന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ കവരപ്പറമ്പായിട്ടാണ്. ഇനി കറക്റ്റ് ആയിട്ട് ലൊക്കേഷന് വേണ്ടി ടാമറിൻ ഹെറിറ്റേജ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി. ഇനി ഡീറ്റെയിൽസിന് വേണ്ടി ഞാൻ അവരുടെ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പരിപാടികളൊക്കെ കുറച്ചും കൂടി കളറാക്കാനായിട്ട് ഓസ്റ്റേഴ്സിന് ഇത് കൂടാണ്ട് മാഞ്ഞാലി, മധുരപ്പള്ളിയും ചാലക്കുടിയൊക്കെ പ്രോപ്പർട്ടികളും കിട്ടും. അപ്പൊ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്കമാലി ഫുഡ് ഡയറീസ്